നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് +1 ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട വരും എന്ന് 100% ഗ്യാരണ്ടി ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ്സേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. എസ്സേ എന്ന് പറയുമ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനത്തെ 3 ചോദ്യങ്ങൾ ആണ് ഉണ്ടാവുക. ആ 3 ചോദ്യങ്ങളിൽ നിന്ന് 2 എണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ചോയ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നും എസ്സേക്ക് വരുന്ന 100% നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ വരൂ എന്ന് അത്രയ്ക്കും ഗ്യാരണ്ടി ഉള്ള 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏത് എഴുതണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന, തീർച്ചയായിട്ടും ഏതാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ പ്രയാസമായി തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ +1 തുല്യത പഠിതാക്കൾക്കും ഉപകരിക്കുന്നതാണ്. അവർക്കും പഠിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 8 മാർക്കിന് വരാൻ പോകുന്ന മോഡൽ എക്സാമിനും അതുപോലെ പബ്ലിക് എക്സാമിനും എന്താണ് 8 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ആ ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കണോമിക്സിന്റെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ബുക്കിൽ നിന്ന് 3-ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം. അവിടെ 3 ലിബറലൈസേഷൻ, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, അതുപോലെ ഗ്ലോബലൈസേഷൻ, ഇങ്ങനെ വരുന്ന 3 പദങ്ങൾ അല്ലെ, 3 ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം വിവരിക്കുക എന്നതായിരിക്കും. ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ സിൻസ് 1991. 1991 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം. ആ വാക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക മലയാളത്തിൽ, പുത്തൻ സാമ്പത്തിക നയം. അതായത് NEP എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ന്യൂ ഇക്കണോമിക് പോളിസി 1991. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഈ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും. നമുക്കറിയാം 31, 32, 33 നമ്പർ ചോദ്യങ്ങളായിട്ടാണ് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ 31 മുതലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ന്യൂ എക്കോണമിക് പോളിസി 1991 ബന്ധപ്പെട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് 8 മാർക്ക് നേടാൻ വേണ്ടി ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ എസ്സേ ചോദ്യം എഴുതുമ്പോൾ തീർച്ചയായും മക്കൾ ചെയ്യേണ്ടത്, നമ്മൾ ചോദ്യ നമ്പർ കൊടുത്തിട്ട് എന്താണ് എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു ഹെഡിങ് നിങ്ങൾ നിർബന്ധമായിട്ടും എസ്സേക്ക് കൊടുക്കണം. അതായത് ന്യൂ എക്കോണമി പോളിസി 1991 ഡിഫൈൻ എന്നാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ഹെഡിങ് എന്താണ്? ന്യൂ എക്കോണമിക് പോളിസി സിൻസ് 1991. ഓക്കെ, അല്ലെങ്കിൽ ന്യൂ എക്കോണമി പോളിസി 1991 എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ന്യൂ എക്കോണമി പോളിസി ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് 1991. ദ മെയിൻ features or the main components of the new economy policy is എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ 3 പോയിന്റുകൾ കൊടുക്കുക. എന്താണ് പറയേണ്ടത്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന് 3 ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, രണ്ടാമത്തേത് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, മൂന്നാമത്തേത് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഓക്കെ, അങ്ങനെ 3 പോയിന്റ് ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഹെഡിങ്ങിനെയും താഴെ സബ് ഹെഡ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ലിബറലൈസേഷൻ എന്നുള്ളതിന് സൈഡ് ഹെഡിങ് കൊടുത്തുകൊണ്ട് സബ് ഹെഡ് ചെയ്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ അത് എന്താണ് ലിബറലൈസേഷൻ എന്ന് വിവരിക്കുക. ഓക്കെ, ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം ദ റെസ്ട്രിക്ഷൻസ് എന്നുള്ളതാണ് എന്ത്? ലിബറലൈസേഷൻ അല്ലെ, അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ലിബറലൈസേഷൻ. അങ്ങനെ നമ്മളത് വിവരിച്ചുകൊണ്ട് ലിബറലൈസേഷൻ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട മേഖലകൾ താഴെ പറയുന്നവയാണെന്ന് പറഞ്ഞ് ആ മേഖലകളൊക്കെ പോയിന്റ് മാത്രമായിട്ട് കൊടുക്കുക. മേഖലകൾ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല.
അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, സൈഡ് ഹെഡിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ സബ്ഹെഡ് ചെയ്യുന്നു. വീണ്ടും അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ അതിന് ഉൾപ്പെടുത്തിയിരിക്കണം. അതിനുശേഷം നമ്മൾ നേരെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരിക. മൂന്നാമത്തെ പോയിന്റ് ഗ്ലോബലൈസേഷൻ ആണ് അഥവാ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറം കരാർ, പുറമെയുള്ളവരെ ആശ്രയിക്കൽ എന്ന ആ ഒരു പദം. അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഭംഗിയായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എസ്സേ കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ആ ഒന്നാമത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ അല്ലേ? ഈ ചോദ്യം ഉറപ്പാണ് മക്കളെ. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇക്കണോമിക്സിൽ നിന്ന് തന്നെയുള്ള നാലാമത്തെ ചാപ്റ്റർ പോവർട്ടി എന്നതാണ്. പോവർട്ടിയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും വിവരിക്കുക, വിമർശനാത്മകമായി വിവരിക്കുക എന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ത്രിമുഖ സമീപനം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ ത്രിമുഖ സമീപനം എന്ന് ചോദിക്കുക. അതായത് 3 ഡയമെൻഷണൽ പ്രോഗ്രാം ആൻഡ് പോളിസീസ് ഓഫ് പോവർട്ടി അലീവിയേഷൻ ഇൻ ഇന്ത്യ എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? ഇതിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹെഡിങ് നിർബന്ധമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം എന്താണ് ദാരിദ്ര്യം എന്ന ഒരു പാരഗ്രാഫ് കൊടുക്കുക. ഇന്ത്യയിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി താഴെ പറയുന്ന മെഷേഴ്സ് ആണ് അല്ലെങ്കിൽ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുക. അല്ലെങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു ത്രിമുഖ സമീപനം കൊണ്ടുവന്നിട്ടുണ്ട്, ആ ത്രിമുഖ സമീപനം താഴെ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിൽ ഓരോ പോയിന്റിനെയും താഴേക്ക് നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് താഴേക്ക് എഴുതുക. അതിൽ ഒന്നാമത്തെ പോയിന്റ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അതായത് സ്വയം തൊഴിൽ പദ്ധതികൾ. രണ്ടാമത്തേത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. മൂന്നാമത്തേത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഇങ്ങനെ 3 പ്രോഗ്രാമുകൾ താഴേക്ക് പോയിന്റ് ആക്കി എഴുതിയതിന് ശേഷം നമ്മൾ ഓരോന്നിനെയും സബ് ഹെഡിങ് കൊടുക്കുക, അതായത് സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് വിവരിക്കുക. അതായത് സ്വയം തൊഴിൽ പദ്ധതികൾ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സ്വയം തൊഴിൽ പദ്ധതികൾ താഴെ പറയുന്നവയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ പദ്ധതികൾ മാത്രം, അത് നമുക്കറിയാം, SGSY, PMRY, JRY, NRY, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ ജസ്റ്റ് വിവരിച്ച് എന്താണ് ആ പ്രോഗ്രാം, എന്തിനാണ് നടപ്പിലാക്കിയതെന്ന് ജസ്റ്റ് ഒന്ന് വിവരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഒന്നാമത്തെ പോയിന്റ്, അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ക്ലിയർ ആകും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, സൈഡ് ഹെഡിങ് കൊടുക്കുക. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ താഴെ പറയുന്നു എന്ന് പറഞ്ഞ് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ 2-3-4 പോയിന്റ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ താഴെ പറയുന്നവയാണെന്ന് പറഞ്ഞ് അതിന്റെ ഹെഡിങ് കൊടുത്ത് അതിനെയും നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിട്ടിക്കൽ ആയിട്ട് ഒന്ന് വിവരിക്കുക. അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഗുണം ചെയ്തോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊന്ന് ക്രിട്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ചിലപ്പോൾ ഈ ചോദ്യവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, അങ്ങനെയും ഇവിടെ ചോദ്യം വരാറുണ്ട്. ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ പറയുന്നത് നമ്മുടെ എക്കണോമിക്സിൽ നിന്നുള്ള 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അതായത് എന്താണ് സുസ്ഥിര വികസനം, സുസ്ഥിര വികസന തന്ത്രങ്ങൾ വിവരിക്കുക എന്നൊരു ചോദ്യം വരാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ,
എന്താണ് സുസ്ഥിര വികസനം എന്ന് എഴുതണം. പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. അപ്പോൾ നമ്മൾ സുസ്ഥിര വികസനം, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുസ്ഥിര വികസനവും സുസ്ഥിര വികസന തന്ത്രങ്ങളും എന്ന് ഒരു എസ്സേക്ക് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡ് ഹെഡിങ് എഴുതുക സുസ്ഥിര വികസനം. എന്നിട്ട് സുസ്ഥിര വികസനം എന്താണെന്ന് ഭംഗിയായിട്ട് എഴുതുക. ഭാവി തലമുറയുടെ താല്പര്യങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഇന്നത്തെ തലമുറ മുന്നേറുന്ന പുരോഗതിയാണ് സുസ്ഥിര വികസനം എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതുക സുസ്ഥിര വികസനത്തിന് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ താഴെ പറയുന്നവയാണെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പോയിന്റുകൾ താഴേക്ക് സബ്മിറ്റ് ചെയ്യുക. ജസ്റ്റ് വിവരണം കൊടുക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്കണോമിക്സിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടെ അവിടെ പറയാനുണ്ട്. അതായത് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണത്. 6ാമത്തെ ചാപ്റ്റർ ഗ്രാമീണ വികസനം എന്ന ചാപ്റ്ററാണ്. അതായത് റൂറൽ ഡെവലപ്മെന്റ്. അതിൽ നമുക്ക് പഠിക്കാനുണ്ട് ഏത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്നൊരു ചാപ്റ്റർ, ഒരു ടോപ്പിക് ഉണ്ട്, കൃഷിയുടെ വൈവിധ്യവൽക്കരണം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കൃഷിയുടെ വൈവിധ്യവൽക്കരണം, കൃഷിയിലെ വൈവിധ്യവൽക്കരണം എന്തൊക്കെയാണ്, അത് ഏതെല്ലാം മേഖലകളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഒരു ചോദ്യം വരാം. അത് 2 രീതിയിൽ ചോദിക്കാം. എസ്സേക്ക് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അതൊരു 3-4 മാർക്കിന്റെ ചോദ്യം കൂടെയാണ്. നമുക്കറിയാം, അതായത് വിളകളിലെ വൈവിധ്യവൽക്കരണം, അനുബന്ധ പ്രവർത്തനങ്ങളിലെ വൈവിധ്യവൽക്കരണം, കാർഷികേതര തൊഴിലുകളിലെ വൈവിധ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ പോയിന്റുകൾ. അതോടൊപ്പം തന്നെ അതിൽ എന്തൊക്കെയാണ് ഈ കൃഷി അല്ലാതെ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ ഫിഷറീസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് നോക്കണം നിങ്ങൾ. അതൊന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ഒന്ന് പോകാൻ. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എസ്സേക്ക് 8 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇതിൽ നിന്ന് ആദ്യം പറഞ്ഞ 3 ചോദ്യങ്ങൾ എന്തായാലും 3 ചോദ്യത്തിൽ 2 എന്തായാലും ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ നമ്മുടെ നേരെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുണ്ട്. ദത്തങ്ങളുടെ അവതരണം എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ദത്തങ്ങളുടെ അവതരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതായത് ചിത്രങ്ങളുടെ രൂപത്തിലുള്ള അവതരണം, ഡാറ്റകളുടെ ചിത്രങ്ങളുടെ രൂപത്തിലുള്ള അവതരണം. അവിടെ നമ്മൾ ഡാറ്റകൾ ഒജ്ജീവായിട്ട് പ്രസന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒജ്ജീവ് എന്താണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ 2 തരം ഒജ്ജീവുകൾ ഏതൊക്കെയാണത് വരക്കുക, ഒജ്ജീവ് വരച്ച് മീഡിയൻ കണക്കാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം വരാം. ഓക്കെ, അത് എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് 5 മാർക്കിന്റെ ചോദ്യമായിട്ടും വരുന്നതാണ്. എന്താണ് ഒജ്ജീവ്, അല്ലെങ്കിൽ ഒജ്ജീവിന്റെ ഗ്രേറ്റർ ദാൻ ഒജ്ജീവ്, ലെസ് ദാൻ ഒജ്ജീവ് വരയ്ക്കുക, അതുപോലെ തന്നെ അത് വരച്ചുകൊണ്ട് മീഡിയൻ കണക്കാക്കുക എന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് എന്തായാലും വരുമെന്ന് ഉറപ്പുള്ള 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 5ാമത്തെ ആവറേജസ് എന്ന് പറയുന്ന ചാപ്റ്റർ അഥവാ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കാണാനുണ്ടാകും. ഒന്നുകിൽ മീനും മീഡിയനും കാണാനുണ്ടാകും, അല്ലെങ്കിൽ മീനും മോഡും കാണാനുണ്ടാകും. ഏതെങ്കിലും 2 എണ്ണമാണ് ഉണ്ടാവുക. സാധാരണഗതിയിൽ 2 എണ്ണമാണ് വരാറുള്ളത്, 3 എണ്ണം ചോദിക്കാറില്ല. എന്നാലും നിങ്ങൾ 3 എണ്ണം പഠിച്ചു വെക്കുക. മീൻ മീഡിയൻ മോഡ് കണ്ടിന്യൂ സീരീസിലാണ് കാണേണ്ടത്. കണ്ടിന്യൂ സീരീസിൽ മീൻ കാണാനുള്ള സമവാക്യം പഠിച്ചു വെക്കണം. കണ്ടിന്യൂ സീരീസിൽ മീഡിയൻ കാണാനുള്ള സമവാക്യം പഠിക്കണം. കണ്ടിന്യൂ സീരീസിൽ മോഡ് കാണാനുള്ള സമവാക്യവും പഠിക്കണം. മീൻ കാണാനുള്ള സമവാക്യം നമുക്കറിയാം, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്, അല്ലെങ്കിൽ സിഗ്മ എഫ് എം ബൈ എൻ ആണ്. അങ്ങനെ ഒരു സമവാക്യം ഉപയോഗിക്കുന്നു കണ്ടിന്യൂ സീരീസിൽ മീൻ കാണാൻ. അതുപോലെ തന്നെ മീഡിയൻ കണ്ടിന്യൂ സീരീസിൽ കാണാൻ എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു സി എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മോഡ് കാണാനാണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ ഉപയോഗിക്കാം. മീനും മീഡിയനും തന്നാൽ മോഡ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇക്വേഷനിലേക്ക് പോയിട്ട് നമുക്ക് മോഡ് കാണാം. അതായത് എൽ പ്ലസ് D1 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2 ഇൻറ്റു സി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എസ്സേ ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ നമ്മൾ 4ഉം 2ഉം 6, അതായത് എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് 4 എസ്സേ ചോദ്യവും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് 2 എസ്സേ ചോദ്യവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എസ്സേ ചോദിക്കുകയുള്ളൂ, അത്രയും ഗ്യാരണ്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ മുൻപേ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. അത് പഴയതാണെന്ന് വിചാരിച്ച് നിങ്ങളത് കാണാതിരിക്കേണ്ട. ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വീണ്ടും പഠിക്കാനുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ചോദിക്കുന്നതും. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുക്കാം. നിങ്ങൾ അതും കൂടെ എടുത്ത് കാണുക. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായും 16 മാർക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.